Good morning, my dears. Today our topic methods of absorption of factory overhead. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ടാവാം, പേഴ്സൻറ്റേജ് മെത്തേഡ് ഉണ്ടാവും, ഹവർലി റേറ്റ് മെത്തേഡ് ഉണ്ടായിരിക്കാം. ദെൻ അതിലെ ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പഠിച്ചു. അതേപോലെ തന്നെ പേഴ്സൻറ്റേജ് മെത്തേഡും, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. Then next topic is absorption of factory overhead on the basis of hourly rate method. Methods of absorption of factory overhead. Absorption of factory overhead. Absorption of factory overhead le methods of then third method le hourly rate method. ഹവർലി റേറ്റ് മെത്തേഡിൽ ഏതൊക്കെ മെത്തേഡുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹവർലി റേറ്റിൽ ദെൻ ലേബർ അവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ് ആൻഡ് ഡുവൽ അവർ റേറ്റ്. ഓരോന്നിൻ്റെയും ലേബർ അവർ റേറ്റ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മെഷീൻ അവർ റേറ്റ് ബേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡുവൽ അവർ റേറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡുകളെ അതാത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നെക്സ്റ്റ് വൺ ഈസ് ഹവർലി റേറ്റ് മെത്തേഡ്. ഹവർലി റേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് അബ്സോർപ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവിടെ ഹവർലി റേറ്റ് മെത്തേഡ് പ്രകാരം നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ്. ലേബർ ഹവർ റേറ്റിൽ അണ്ടർ ദിസ് മെത്തേഡ് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക് ഈസ് ടേക്കൺ ആൻഡ് ദ ബേസ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്. അതാണ് ഇത് ഹവർലി റേറ്റ് മെത്തേഡിൽ. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്. ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്, direct labor hour, direct labor hour rate le that is under this method direct labor hours work is taken as the base. Absorption rate per labor hours is calculated by dividing the overheads to be absorbed by the direct labor hours worked. This is the scientific method of overhead absorption as it takes into account the time factor. It is suitable whereas the manufacturing operation is done mostly by laborers. മാനുഫാക്ചറിങ് സെൻറ്റേഴ്സിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു റേറ്റ് മെത്തേഡാണ് ഇത് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ അവർ എങ്ങനെ കണ്ടുപിടിക്കുക? ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ലേബർ അവർ റേറ്റ്, ലേബർ ഹവർ റേറ്റ്, ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ഡയറക്റ്റ് ലേബർ അവർ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റിൽ ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. The formula labor hour rate is equal to then factory overhead divided by factory overhead divided by direct labor hours. Then factory overhead of തന്നിരിക്കുന്ന പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫാക്ടറി ഓവർഹെഡ് ഫോർ ജാനുവരി ദറ്റ് ഈസ് 48,000. Then number of workers in the department 20. Number of days in the month that is 20 days of 8 hours each. Then calculate direct labor hour rate and the overhead to be charged to job X which requires 12 hours to produce. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. അതായത് ഡയറക്റ്റ് ലേബർ അവർ വെച്ചുകൊണ്ട് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ലേബർ അവർ റേറ്റും കണ്ടുപിടിക്കണം. അതേസമയം തന്നെ ഒരു പർട്ടിക്കുലർ ജോബിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട കോസ്റ്റ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ജാനുവരി. ഫാക്ടറി ഓവർ ഹെഡ് തന്നിരിക്കുന്നത് 48,000 ആണ്. ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് 48,000. അപ്പോൾ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 48,000 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് 20. നമ്പർ ഓഫ് വർക്കേഴ്സ്, number of workers 20. Then next one, number of working days in the month, then 20 days. Number of working days, number of working days
തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദ മന്ത് 20. അതേസമയം 20 ദിവസമാണ്. 20 days of 8 hours each. 20 days 8 hours each. അതായത് 8 മണിക്കൂറുള്ള 20 ദിവസങ്ങളിലായിട്ടുള്ള കണക്കാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ആൻഡ് ഓവർ ഹെഡ് ടു ബി ചാർജ് ടു ജോബ് എക്സ് വിച്ച് റിക്വയർസ് 12 hours ടു പ്രൊഡ്യൂസ്. അതായത് ഡയറക്റ്റ് ലേബർ അവർ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ലേബർ അവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ആദ്യത്തെ ക്വസ്റ്റൻ അതാണ്, ഡയറക്റ്റ് ലേബർ അവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ലേബർ അവർ കണ്ടുപിടിക്കണമെങ്കിൽ ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. ആ ലേബർ അവേഴ്സ് അറിയണമെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർ ഹെഡ് തന്നിട്ടുണ്ട് 48,000. ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് 48,000 ആണ്. ഇനി ലേബർ അവേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലേബർ അവേഴ്സ് അറിയണമെങ്കിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്? 20 പേര് 20 ദിവസം 8 മണിക്കൂർ വെച്ചിട്ടാണ് പണിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ലേബർ അവേഴ്സ് അവേഴ്സ് ഈസ് ഈക്വൽ ടു 20 workers 20 days 8 hours per day. 8 മണിക്കൂറുള്ള 20 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20 ആളുകൾ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ലേബർ അവേഴ്സ് ഈക്വൽ ടു 3,200. 3,200 മണിക്കൂറുകളാണ് ലേബർ അവേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 3,200. ദെൻ ലേബർ അവർ റേറ്റ്, അങ്ങനെ 3,200 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അവറിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ 3,200. ദെൻ ആൻസർ ഈസ് ₹15. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഹവർലി റേറ്റ് മെത്തേഡ് വെച്ചുകൊണ്ട് ലേബർ അവർ റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ലേബർ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ലേബർ അവർലി റേറ്റ് അറിയണമെങ്കിൽ ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു 48,000. നമ്പർ ഓഫ് വർക്കേഴ്സ് 20. Then number of working days in the month 20 days 8 hours each. Then 20 into 20 into 8 എന്ന് പറയുന്നത് ടോട്ടൽ ലേബർ അവേഴ്സ് ആണ്. അപ്പോൾ ദെൻ ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എന്ന് പറയുമ്പോൾ 48,000 ഡിവൈഡഡ് ബൈ 3,200. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഒരു മണിക്കൂറിന് 15 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ആൻഡ് ദ ഓവർ ഹെഡ് ടു ബി ചാർജ് ടു ജോബ് എക്സ് വിച്ച് റിക്വയർസ് 12 hours ടു പ്രൊഡ്യൂസ്. ഒരു ജോബ് എക്സിന് എത്രമാത്രം കോസ്റ്റ് ആയിരിക്കുന്നത് ചോദിക്കുന്നത്. ജോബ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. ടു ബി ചാർജ് ടു ജോബ് എക്സ് വിച്ച് റിക്വയർസ് ടു 12 hours ടു പ്രൊഡ്യൂസ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 12 മണിക്കൂർ പണിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓവർ ഹെഡ് ചാർജ് ടു പ്രോഡക്റ്റ് എക്സ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ദെൻ ഓവർ ഹെഡ് ചാർജ് ടു പ്രോഡക്റ്റ് ജോബ് എക്സ്. ദറ്റ് ഈസ് ജോബ് എക്സിന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ വേണം? 12 hours വേണം. 12 ഹവേഴ്സിന് 15 ഒരു മണിക്കൂറിന് 15 രൂപ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെൻസ് വരിക. ദറ്റ് ഈസ് ₹180. ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ജോബിനോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ നമ്മൾ എന്ത് അബ്സോർബ് ചെയ്ത് കൊടുക്കേണ്ടത്? ദെൻ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്ത് കൊടുക്കേണ്ടത്. അവർക്ക് എത്രമാത്രം കോസ്റ്റ് ആയിരിക്കുമെന്ന് അബ്സോർബ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഫസ്റ്റ് എങ്ങനെയാണ്? ദെൻ അവിടെ അവർലി റേറ്റ് പ്രകാരം ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാം. അവർലി റേറ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ അവർലി റേറ്റ് കണ്ടുപിടിക്കണം. അവർലി റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബർ അവേഴ്സ്. കണ്ടോ? ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓവർ ഹെഡ്. അപ്പോൾ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത്
എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് 48,000 ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ടാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് 48,000, ടോട്ടൽ ലേബർ അവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ലേബേഴ്സ് ഉണ്ടായിരുന്നു എന്നും എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എത്ര ദിവസം അത് നമുക്കറിയണം. അപ്പോൾ തന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നു? 20 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 20 വർക്കിംഗ് ഡേയ്സ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കണേ. ദെൻ 20 × 20 × 8 അങ്ങനെയാണ് അത് ചെയ്തിരിക്കണേ. ദെൻ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ദെൻ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 3,200. അപ്പോൾ 48,000 ഡിവൈഡഡ് ബൈ 3,200 ഈസ് ഈക്വൽ ടു ₹15. 15 അവിടെ എന്ത് വരുന്നത്? ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് വരുന്നത് 15. ഓവർ ഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 12 മണിക്കൂറാണ് വരുന്നതെങ്കിൽ 1 മണിക്കൂറിന് 15 രൂപയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഓവർ ഹെഡ് ചാർജ് ടു പ്രോഡക്റ്റ് എക്സ് ദാറ്റ് ഈസ് 12 × 15 ദാറ്റ് ഈസ് 180. ഓക്കെ, ദെൻ അത് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ മെഷീൻ ഹവർ റേറ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? മെഷീൻ ഹവർ റേറ്റ് വെച്ചിട്ടും ദെൻ ഓവർ ഹെഡ് എക്സ്പെൻസസിന് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റേഴ്സിനോ ഒരു കോസ്റ്റ് യൂണിറ്റിനോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദെൻ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെഷീൻ അവർ റേറ്റ് വെച്ചിട്ടും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡയറക്റ്റ് മെഷീൻ അവറാണ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് വെച്ചിട്ടാണ്. മെഷീൻ അവർ റേറ്റ് വയ്ക്കുമ്പോൾ അണ്ടർ ദീസ് മെത്തേഡ് ഹവേഴ്സ് വർക്ക് ഡേയ്സ് ടേക്കൺ ആസ് ദ ബേസ്. എത്ര മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അണ്ടർ ദീസ് മെത്തേഡ് ഹവേഴ്സ് വർക്ക് ഡേയ്സ് ടേക്കൺ ആസ് ദ ബേസ്. അബ്സോർപ്ഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് by dividing the overhead to be absorbed by the number of machine hours worked. This method is followed in those industries where manufacturing operation is mostly done by machines. In a mechanized industry, majority of overhead expenses, depreciation, power, repairs and maintenance are incurred for running machines. Then machine hours is equal to factory overhead to be absorbed divided by machine hours. നേരത്തെ ചെയ്ത പോലെ തന്നെ ലേബർ അവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ലേബർ അവർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ മെഷീൻ അവേഴ്സ് ഈസ് ഈക്വൽ ടു മെഷീൻ അവർ കണ്ടുപിടിക്കണമെങ്കിലും ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ടു ബി അബ്സോർബ്ഡ്. ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണോ നോക്കണം. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് മെഷീൻ അവേഴ്സ് ഈസ് ഈക്വൽ ടു മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് divided by number of അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ്. അതായത് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. മെഷീൻ അവേഴ്സ് നേരത്തെ പോലെ അതേപോലെ തന്നെയാണ്. എന്താണ്? ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിച്ച പോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസിലെ ലേബർ റേറ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. ഇവിടെയാണെങ്കിലോ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫാക്ടറി ഓവർഹെഡ് ഡ്യൂറിങ് ദ പീരീഡ് ഈസ് 60,000. മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് 15,000 hours. Determine machine hour rate and the amount of overhead to be charged to job X which requires 10 machine hours to produce. Question ഇങ്ങനെയാണ്. ഫാക്ടറി ഓവർഹെഡ് ഡ്യൂറിങ് ദ പീരീഡ്.
ഫാക്ടറി ഓവർ ഹെഡ് 60,000 ആണ്. മെഷീൻ അവർ വർക്ക്ഡ് എത്ര സമയമാണ് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ളത്? 15,000 അവേഴ്സാണ് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഡിറ്റർമിൻ മെഷീൻ അവർ റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ടു ബി ചാർജ് ടു ജോബ് എക്സ് വിച്ച് റിക്വയേഴ്സ് 10 മെഷീൻ അവേഴ്സ് ടു പ്രൊഡ്യൂസ്. അതായത് 60,000 ആണ് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് വന്നിരിക്കുന്നത്. ദെൻ 15,000 അവേഴ്സാണ് മെഷീൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ദെർഫോർ മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് വർക്ക്ഡ്. ദെൻ 60,000 ഡിവൈഡഡ് ബൈ ദെൻ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ മെഷീൻ അവർ റേറ്റ് കിട്ടണമെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണെന്ന് അറിയണം. ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 60,000 ആണ് ഫാക്ടറി ഓവർ ഹെഡ് തന്നിരിക്കുന്നത്. മെഷീൻ അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ആ മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെഷീൻ അവേഴ്സ് വർക്ക്ഡ് എന്നുള്ളതിൻ്റെ ആൻസർ 15,000 അവേഴ്സാണ്. 15,000 മണിക്കൂറാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ മെഷീൻ അവർ റേറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേസമയം പ്രോഡക്റ്റ് എക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജോബ് എക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? മെഷീൻ അവർ റേറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സ്. ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സ്. ജോബ് എക്സിന് എത്രയാണ് ഓവർ ഹെഡ് ചാർജ് ചെയ്യേണ്ടി വരിക? 10 അവേഴ്സാണ് ആ ജോബ് എക്സ് വർക്ക് ചെയ്തിട്ടുള്ളത്, ജോബ് എക്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണം. മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 60,000 ഡിവൈഡഡ് ബൈ 15,000, ദറ്റ് ഈസ് ₹4. മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ₹4. 4 രൂപയാണ് ഒരു മണിക്കൂറിൻ്റെ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ₹4. Therefore പിന്നീട് ചോദിക്കുന്നത് നമ്മളോട് 4 രൂപയാണ് ഒരു മണിക്കൂറിൻ്റെ ചാർജെങ്കിൽ ഓവർ ഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ്. ഓവർ ഹെഡ് ചാർജബിൾ ടു ജോബ് എക്സ്. ജോബ് എക്സിന് എത്രയായിരിക്കും? എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? 10 അവേഴ്സാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. 10 അവേഴ്സ് ആണെങ്കിൽ ദെൻ ദറ്റ് ഈസ് 10 into 4, ദറ്റ് ഈസ് ₹40. 40 രൂപയാണ് എന്ത് വരിക? ആ ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സിന് വേണ്ടി ചാർജ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഓവർ ഹെഡുകളെയും പർട്ടിക്കുലർ കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന പ്രോഡക്റ്റിന് എത്രയായിട്ടുണ്ടാവും കോസ്റ്റ്, ഇന്ന യൂണിറ്റിന് എത്രയായിരിക്കും കോസ്റ്റ്, ഈ കോസ്റ്റ് സെൻറ്ററിന് എത്രയായിരിക്കും കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തരംതിരിച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിത് അറിഞ്ഞിരിക്കണം. ദെൻ next one is dual hour rate. This method is a combination of labor hour rate and machine hour rate. Dual hour rate ആണ് next one is dual hour rate. This method is a combination of labor hour rate and machine hour rate. It is used in factories where both the manual labor and machine work are equally important. Overhead are classified into two, those relating to manual labor and those relating to machines. Separate direct labor hour rate and machine hour rate are calculated. Direct labor hour rate is used for absorbing overhead relating to manual labors and machine hour rate is used for absorbing overhead related to machines. Dual അവർ റേറ്റ് വരാം. ഡ്യുവൽ അവർ റേറ്റ് വരികയാണെങ്കിൽ ലേബർ അവേഴ്സ് ഉണ്ടായിരിക്കാം, അതേസമയം തന്നെ മെഷീൻ അവർ റേറ്റ് ഉണ്ടായിരിക്കാം. അത്തരം സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാക്ടറീസ് ഫോർ ബോത്ത് ദ മാനുവൽ ലേബേഴ്സ് ആൻഡ് മെഷീൻ വർക്ക് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ചില മാനുഫാക്ചറിങ് കൺസേൺസിലെ മാനുവൽ ലേബേഴ്സും ഉണ്ടായിരിക്കാം, അതേസമയം മെഷീനറീസും ഉണ്ടായിരിക്കാം. അത് രണ്ടും ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർഹെഡ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. അങ്ങനെയാണെങ്കിൽ ഈ ഓവർഹെഡുകളെ 2 കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് മാനുവൽ ലേബറും ദെൻ നെക്സ്റ്റ് വൺ ഈസ് then those relating to machines. Separate direct labor hour rate and machine hour rate is calculated on the basis of manual then മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഷീൻ അവർ റേറ്റും ലേബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ അവർ റേറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം.
Direct labor hour rate is used for absorbing overhead related to manual labor, and machine hour rate is used for absorbing overhead related to machines. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, ഈ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, percentage method, hourly rate method. Then production unit methodle then avade overhead divided by number of units produced. The production unit methodle 3 methods ഉപയോഗിക്കാന്ന് പറഞ്ഞു. Methods of absorption of factory overhead എന്ന് പറയുമ്പോൾ നമ്മളവിടെ absorption of factory overhead എന്ന് പറയുന്നത് apportion the overhead expenses to different cost centers or cost unit. അതിനെ അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് പെർസെൻറ്റേജ് മെത്തേഡ്, തേർഡ് വൺ ഈസ് ഹവർലി റേറ്റ് മെത്തേഡ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡിലെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് വൺ പറയുന്നത് പെർസെൻറ്റേജ് മെത്തേഡാണ്. പെർസെൻറ്റേജ് മെത്തേഡിലെ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ, പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. ഇങ്ങനെ 3 മെത്തേഡ്സാണ് നമ്മളതിൽ പെർസെൻറ്റേജ് ബേസിൽ ഉപയോഗിക്കുന്നത്. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ ആൻഡ് പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയലിലെ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണെങ്കിലോ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ കോസ്റ്റ് ഇൻറ്റു 100. പ്രൈം കോസ്റ്റ് ആണെങ്കിലോ ദെൻ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഇങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന 3 ടോപ്പിക്കുകളാണ്. ഹവർലി റേറ്റ് മെത്തേഡിലെ ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ് ആൻഡ് ഡുവൽ അവർ റേറ്റ്. സിമ്പിളാണ്. ഡയറക്റ്റ് ലേബർ അവർ റേറ്റിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ അവേഴ്സ്. നെക്സ്റ്റ് മെഷീൻ അവർ റേറ്റിലെ ടോട്ടൽ ദെൻ അവിടെ മെഷീൻ അവേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ എന്താണ് അവേഴ്സ് എന്നുള്ളത് നോക്കണം. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ അവേഴ്സ് എന്ന് നോക്കിയിരിക്കണം. ദെൻ അവിടെ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണം. ഡ്യുവൽ അവർ റേറ്റിൽ ചില സ്ഥാപനങ്ങളിൽ ഒരേ സമയം തന്നെ ഫാക്ടറിയും മെഷീൻസും അതേസമയം തന്നെ മാനുവൽ ലേബേഴ്സും ഉണ്ടായിരിക്കാം. ദെൻ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലേബർ അവർ റേറ്റും കണ്ടുപിടിക്കേണ്ടി വരും, അതേസമയം തന്നെ മെഷീൻ അവർ റേറ്റും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഏതിൽ പറയുന്നത്, മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡിൽ പറയുന്നത്. നെക്സ്റ്റ് പല മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ പ്രോബ്ലം വായിക്കാം. The production department of a factory gives the following information for the month of March. Materials used 60,000, direct wages 45,000, labor hours worked 24,000, machine hours worked 30,000, overhead chargeable to department 36,000. For an order executed by the department during the period, the relevant information was as under. Material used 6,000, direct wages 3,000, labor hours worked 3,000, machine hours worked 2,500. Calculate the overhead chargeable to the job by the following methods. First one is direct material cost percentage, direct labor cost percentage, direct labor hour rate, machine hour rate. അപ്പോൾ കുട്ടികൾ പ്രോബ്ലം വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ മെത്തേഡിൽ ഏതെങ്കിലും ഒരു 4 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളോടൊരു പർട്ടിക്കുലർ ജോബിലേക്ക് കോസ്റ്റ് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് ദെൻ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മെറ്റീരിയൽ യൂസ്ഡ് 60,000 നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ യൂസ്ഡ് 60,000, മെറ്റീരിയൽ യൂസ്ഡ് 60,000 എന്ന് പറയുന്നുണ്ട്.
കണ്ടോ, ഇങ്ങനെ ഓരോന്നും മെറ്റീരിയൽ യൂസ് 60,000, ഡയറക്റ്റ് വേജസ് 45,000, ലേബർ അവേഴ്സ് വർക്ക്ഡ് 24,000, മെഷീൻ അവേഴ്സ് വർക്ക്ഡ് 30,000. അപ്പോൾ അതിൽ നോക്കാം, മെറ്റീരിയൽ യൂസ്ഡ് 60,000, ഡയറക്റ്റ് വേജസ് എത്രയാ 45,000, ലേബർ അവേഴ്സ് വർക്ക്ഡ് 24,000, then machine hours worked 30,000, overhead chargeable to the department, chargeable to department, that is 36,000. For an order executed by the department during the period, the relevant information was as under. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ 60,000 യൂസ് ചെയ്തിട്ടുണ്ട്, വേജസ് 45,000 യൂസ് ചെയ്തിട്ടുണ്ട്, ലേബർ അവേഴ്സ് 24,000 ആണ്, മെഷീൻ അവർ വർക്ക്ഡ് 30,000 ആണ്, ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ മൊത്തം എക്സ്പെൻസ് വന്നിരിക്കുന്നത് 36,000 ആണ്. ഇനി താഴെ പറയുന്നത്, അപ്പോൾ നമുക്ക് ഇനി ഓരോ വർക്ക്, അതായത് ജോബ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാറില്ലേ, അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ 6,000 യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് 3,000, ലേബർ അവേഴ്സ് വർക്ക്ഡ് 3,000, മെഷീൻ അവേഴ്സ് വർക്ക്ഡ് 2,500 എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാൽക്കുലേറ്റ് ദ ഓവർഹെഡ് ചാർജബിൾ ടു ദ ജോബ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് ആദ്യം കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മെറ്റീരിയൽ കോസ്റ്റിലെ നമ്മൾ പെർസെൻറ്റേജ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓവർഹെഡ്, എന്താ ഫോർമുല? ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓവർഹെഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ടോ നോക്കാം. ദെൻ ഓവർഹെഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഓവർഹെഡ് എക്സ്പെൻസസ് 36,000 ആണ് ഓവർഹെഡ് എക്സ്പെൻസ് തന്നിരിക്കുന്നത്. ദെൻ 36,000 ഓവർഹെഡ് എക്സ്പെൻസസ് 36,000 ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് ഇതിൽ തന്നിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് 60,000 ആണ്. 60,000 ഇൻറ്റു 100. അപ്പോൾ ദെൻ അതിലെന്ത് ചെയ്തു? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ദറ്റ് ഈസ് 60%. നമ്മളോട് ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് തന്നിട്ടുണ്ട്, ഓവർഹെഡ് 36,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ യൂസ്ഡ്. ദെൻ അവിടെ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ 36 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100. ദറ്റ് ഈസ് 60% ആണ് അവിടെ എന്ത് വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് 60,000 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത്. എന്നാൽ അതേസമയം അതിന് താഴെ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കാം, എഴുതിയെടുത്തിട്ടുണ്ടാവും. ദെൻ ഫോർ ആൻ ഓർഡർ എക്സിക്യൂട്ടഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ദ റിലവൻറ്റ് ഇൻഫർമേഷൻ വാസ് ഏസ് അണ്ടർ മെറ്റീരിയൽ യൂസ്ഡ്. അപ്പോൾ ഓവർഹെഡ് ചാർജബിൾ ടു ദ പർട്ടിക്കുലർ ജോബ് എന്ന് പറയുന്നതിൽ മെറ്റീരിയൽ 6,000 യൂസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് 3,000, ലേബർ അവർ വർക്ക്ഡ് 3,000, മെഷീൻ അവർ വർക്ക്ഡ് 2,500. ദെൻ അവിടെ നമ്മളോട് പറയുന്നത് ഓവർഹെഡ് ചാർജബിൾ ടു പർട്ടിക്കുലർ ജോബ്. ഇനി നമ്മളോട് പറയുന്നത് ഈ ഒരു ഓവർഹെഡ് റേറ്റ് വെച്ചിട്ട് ഓവർഹെഡ് ചാർജ് ടു ജോബ് എക്സ്, ഓവർഹെഡ് ചാർജ് ടു ജോബ് എക്സ്. ഒരു ജോബ് എക്സിന് എത്ര മാത്രമാണ് ഓവർഹെഡ് എക്സ്പെൻസ് വരുന്നത് നോക്കണം. ദെൻ അതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നുണ്ട് താഴെ മെറ്റീരിയൽ യൂസ്ഡ് 6,000. മെറ്റീരിയൽ കോസ്റ്റിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ മെറ്റീരിയൽ എടുത്താൽ മതി. മെറ്റീരിയൽ കോസ്റ്റ് 6,000 ഇൻറ്റു 60%. ദെൻ കോസ്റ്റ് ഈസ് rupees 3,600.
ഇവിടെ താഴെ ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ. ഫോർ ആൻ ഓർഡർ എക്സിക്യൂട്ടഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ 6,000 wages 3,000 then labor hours 3,000 machine hours 2,500. ഇവിടെ ഇത്രയേ ഉള്ളൂ. മെറ്റീരിയൽ 6,000, വേജസ് 3,000, ലേബർ അവേഴ്സ് 3,000, ദെൻ ലേബർ അവേഴ്സ് 3,000, മെഷീൻ അവേഴ്സ് 2,500. ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സ്. ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സ് ഓൺ ദി ബേസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ 6,000 വന്നിട്ടുണ്ട്. ദെർഫോർ 6,000 ഇൻറ്റു 60/100 ദാറ്റ് ഈസ് 3,600. അപ്പം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡിലെ ഈ പറയുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന ചില മെത്തേഡുകൾ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ജോബിന് എങ്ങനെയാണ് കോസ്റ്റ് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. അതിന് തന്നിരിക്കുന്ന ചില ഇൻഫർമേഷനാണ് ഇതൊക്കെ. അതായത് ഇത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ അവേഴ്സ്, മെഷീൻ അവേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നാൽ ഓവർ ഹെഡ് ചാർജബിൾ എന്ന് പറയുന്ന മൊത്തം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ചാർജ് ചെയ്തിരിക്കുന്ന ഓവർ ഹെഡ് 36,000 ആണ്. ഓവർ ഹെഡ് ചാർജബിൾ 36,000 ടു ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് 6,000, വേജസ് 3,000, ലേബർ അവേഴ്സ് 3,000, മെഷീൻ അവേഴ്സ് 2,500. ഇതാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ പർട്ടിക്കുലർ ജോബിൻ്റെ കേസിൽ. ഇവിടെ ഓവർ ഹെഡ് ചാർജ് ടു ജോബ് എക്സ് എന്ന് പറയുന്നതിൽ 3,600 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതിൻ്റെ ബേസിലാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. അതാണ് ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് ആണ്. സെയിം ഇതേപോലെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജിന് പകരം ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്. സെക്കൻഡ് മെത്തേഡിലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ സെയിം ടൈം ദ ഫോർമുല ഓവർഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. ലേബർ അവേഴ്സ് അല്ല ഇവിടെ ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് വേജസ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജിൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അങ്ങനെ ഇതിൽ ഓവർ ഹെഡ് എക്സ്പെൻസസ് നമുക്കറിയാം 36,000 ഡിവൈഡഡ് ബൈ 36,000 ആണ് ഓവർ ഹെഡ് ചാർജബിൾ ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. 36,000 ഡിവൈഡഡ് ബൈ 45,000 ഇൻറ്റു 100. 36,000 ഡിവൈഡഡ് ബൈ 45,000 ഇൻറ്റു 100. ദെൻ എത്ര പെർസെൻറ്റേജ് ആണ്? ദറ്റ് ഈസ് 80% ആണ് ആൻസർ വരുന്നത്. 80%. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് 80% നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് അത് മാത്രമല്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓവർ ഹെഡ് ചാർജബിൾ ടു പർട്ടിക്കുലർ ജോബ് അതുകൂടെ പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഡയറക്റ്റ് വേജസ് 3,000 പറയുന്നുണ്ട്. 3,000 എന്താ പറയുക വേജസ് കൊടുക്കുമ്പോൾ അതിന് എത്രമാത്രം ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കണം പർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഓവർ ഹെഡ് charged to particular job. Particular job that is 3,000
into 60%. That is 1,800. That is 1,800. Then അത് മനസ്സിലായല്ലോ 1,800 ആണ്. സോറി 60% അല്ല 80%. അല്ല മെഷീൻ ഫസ്റ്റത്തെ ആയിരുന്നു മെറ്റീരിയൽ കോസ്റ്റാണ് 60%. ദാറ്റ് ഈസ് ഇവിടെ 80% ആണ്. 3,000 ഇൻറ്റു 80% എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 8 ദാറ്റ് ഈസ് 24. 2,400. 2,400 ആണ് ഇവിടെ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്, ലേബർ അവറേജ്, ദെൻ ചാർജബിൾ ടു ഓവർഹെഡ് ചാർജബിൾ ടു ദ ജോബ്, പർട്ടിക്കുലർ ജോബ് ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്റ്റ് വേജസ്, ദാറ്റ് ഈസ് 2,400. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ് ആണ്. ദെൻ ഇനി തേർഡ് ക്വസ്റ്റ്യനിലെ ലേബർ അവർ റേറ്റ്. ലേബർ അവർ റേറ്റ് വെക്കുകയാണെങ്കിൽ ലേബർ അവേഴ്സ് 24,000 ആണ്. ഓവർ ഹെഡ് ചാർജബിൾ ടു 36,000 ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. ലേബർ അവർ റേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യും? ലേബർ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ഫാക്ടറി ഓവർ ഹെഡ് പേഴ്സൻറ്റേജ് പറയുന്നില്ല, ഇത് പേഴ്സൻറ്റേജ് മെത്തേഡല്ല, ലേബർ അവർ റേറ്റ് വെച്ചിട്ടാണ്. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവർ റേറ്റ്. ലേബർ അവേഴ്സ് ഇടാം. ലേബർ അവേഴ്സ് ഇടുമ്പോൾ എത്ര അവേഴ്സ് ഉണ്ട് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ് 36,000 ആണ്. ഫാക്ടറി ഓവർ ഹെഡ് 36,000 ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ് ദറ്റ് ഈസ് 24,000. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 1.5. 1.5 ആണ് ലേബർ അവർ റേറ്റ്. ലേബർ അവർ റേറ്റുമായി കൺസിഡർ ചെയ്തുകൊണ്ട് എത്രയായിരിക്കും ഒരു പർട്ടിക്കുലർ ജോബിന് ലേബർ അവേഴ്സ് വന്നിരിക്കുന്നത്? 3,000 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ചാർജബിൾ ഓവർ ഹെഡ് ചാർജബിൾ ടു എ പർട്ടിക്കുലർ ജോബ്, അതിൽ തന്നെ ഓവർ ഹെഡ് ചാർജബിൾ ടു ഓവർഹെഡ് ചാർജബിൾ ടു പർട്ടിക്കുലർ ജോബ്. ഓവർഹെഡ് എക്സ്പെൻസ് ഒരു പർട്ടിക്കുലർ ജോബിന് ചാർജ് ചെയ്യുമ്പോൾ ഓവർഹെഡ് ചാർജബിൾ ടു പർട്ടിക്കുലർ ജോബ്. ദെൻ അതിലിങ്ങനെ വരിക ഓവർഹെഡ് ചാർജബിൾ ടു പർട്ടിക്കുലർ ജോബ് എന്ന് പറയുമ്പോൾ ദെൻ എത്ര അവേഴ്സാണ് ലേബർ അവേഴ്സ് എടുത്തിരിക്കുന്നത്? 3,000 അവേഴ്സാണ്. 3,000 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് 4,500. ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി ₹1 50 പൈസ, ₹1 വെച്ചിട്ട് നമുക്ക് ലേബർ റേറ്റ് വരുന്നുണ്ടെങ്കിൽ 3000 മണിക്കൂറാണ് ലേബേഴ്സ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ആ ഓവർ ഹെഡ് ആ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററുമായിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ദെൻ 3,000 ഇൻറ്റു 1.5 ദറ്റ് ഈസ് 4,500. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്, സെക്കൻഡ് ചെയ്തിരിക്കുന്നത് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്. തേർഡ് വൺ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മെഷീൻ അവർ റേറ്റ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് ആണെന്നുണ്ട് വെച്ചാൽ അവിടെ മെഷീൻ അവർ റേറ്റ് ഓവർ ഹെഡ് ചാർജബിൾ ടു ദെൻ അവിടെ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു 36,000 മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണം. ഓവർ ഹെഡ് ചാർജബിൾ ടു ഡിപ്പാർട്ട്മെൻറ്റ് 36,000 ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് 30,000.
that is 1.2. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് 1.2 ആണ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു 1.2. Therefore, overhead expenses charged to particular job. Overhead expenses charged to particular job. Overhead expenses charged to particular job. ഈ overhead expense ഒരു particular ജോബിന് ചാർജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ട് വെച്ചാൽ then അവിടെ എങ്ങനെ വരിക? overhead expenses charged to particular job, that is ആ particular ജോബിലെ മെഷീൻ അവേഴ്സ് എന്ന് പറയുന്നത് 2500 into 1.2. then അവിടെ 3000 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. Overhead expenses charged to a particular job, that is 2500 into 1.2, that is 3000. അതിന് that is answer is 3000 rupees ആണ് അതിൽ വരിക. അപ്പോൾ ഇതോടുകൂടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 ടെക്നിക്സ് നമ്മൾ ചെയ്തു. നമുക്ക് ആദ്യം മെറ്റീരിയൽസ് യൂസ് ചെയ്തതും ഡയറക്റ്റ് വേജസും ലേബർ അവേഴ്സും മെഷീൻ അവേഴ്സും ഒക്കെ തന്നിട്ടുണ്ട്. ഓവർ ഹെഡ് ചാർജിലും തന്നിട്ടുണ്ട്. ഇത്തരം ഡാറ്റാസ് വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ലേബർ അവേഴ്സ് പെർ യൂണിറ്റും അതേപോലെ തന്നെ മെഷീൻ അവർ പെർ യൂണിറ്റൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് എത്രമാത്രം, അപ്പോൾ യൂണിറ്റ് മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ദെൻ അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. Absorption refers to the process of apportionment of overhead of a cost center to cost unit. അതായത് apportionment of overhead to a cost centers or cost unit. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ഓവർഹെഡ് എക്സ്പെൻസസിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഓവർഹെഡ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സാണ്. ഓരോ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൻ്റെയും കോസ്റ്റുകൾ മെഷർ ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്സ്, അല്ലെങ്കിൽ അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അബ്സോർപ്ഷൻ റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അതിന് ചില ഓവർഹെഡ് റേറ്റുകൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. അതിൽ തന്നെ ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്, ദറ്റ് ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, പെർസെൻറ്റേജ് മെത്തേഡ്, അവർലി റേറ്റ് മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡിലെ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ് ഇത്, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ചില പേഴ്സൻറ്റേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓവർഹെഡ് അബ്സോർപ്ഷൻ ഫാക്ടറി ഓവർഹെഡുകളെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാം. ദെൻ പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. ദെൻ തേർഡ് വൺ ഈസ് അവർലി റേറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ലേബർ അവേഴ്സ്, മെഷീൻ അവേഴ്സ് ആൻഡ് ഡ്യുവൽ അവർ റേറ്റ്. ഇന്ന് പഠിച്ചിരിക്കുന്ന ഏതാ? ഡയറക്റ്റ് ലേബർ അവർ റേറ്റ്, മെഷീൻ അവർ റേറ്റ് ആൻഡ് ഡ്യുവൽ അവർ റേറ്റ്. ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബേഴ്സ് വർക്ക്ഡ്, ലേബർ അവേഴ്സ് വർക്ക്ഡ്, ടോട്ടൽ ലേബർ അവേഴ്സ് വർക്ക്ഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് നമുക്ക് കിട്ടും, പെർ അവർ കിട്ടും. അതേപോലെ തന്നെ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ ഓവർഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സ് വർക്ക്ഡ് ബൈ ദ മെഷീൻസ്. അത് കിട്ടി കഴിഞ്ഞാൽ മെഷീൻ അവർ റേറ്റ് കിട്ടും. ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ അവർ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ ഓവർഹെഡ് അബ്സോർപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളതിൽ പഠിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ആ പ്രോബ്ലത്തിൽ 4 മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്തത് ആ ഒരു പ്രോബ്ലത്തിൽ? ദറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർസെൻറ്റേജ്, ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ആൻഡ് മെഷീൻ അവർ റേറ്റ്. ഇത്ര വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു ആൾ.